മേനോൻ അല്ലെങ്കിൽ മേനോൻ സാർ എന്നൊക്കെ വിളിക്കുന്നത് കൂടാതെ മറ്റെന്തെങ്കിലും പേരിൽ ആരെങ്കിലും വിളിക്കാറുണ്ടോ എന്ന് വെച്ചപ്പോൾ ആദ്യം പറഞ്ഞത് പൊന്നമ്മ ചേച്ചിയാണ് വിളിക്കുന്നത്, ബാലു എന്ന് വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ടില്ല. അല്ല വിളിക്കുന്നത് എന്നെ പൊന്ന ചേച്ചി മേനോന്ന് വിളിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല. ബാലുവെന്ന് വിളിക്കൂ. അതെന്താണ് അങ്ങനെ ഒരു പേര് വിളിക്കണമെന്ന് തോന്നാൻ കാര്യം? അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബാലേന്ദ്ര മേനോൻ നടൻ, അല്ലെങ്കിൽ സംവിധായകൻ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ, അങ്ങനെയൊക്കെ അല്ലേ. ഇതൊന്നും അല്ലാത്തൊരു ബാലേന്ദ്ര മേനോനെ എനിക്കറിയാം. 21-22 വയസ്സുണ്ടാവും അല്ലേ. ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ഒരു കൊച്ചു പയ്യൻ, പക്ഷെ നല്ല ചുറിയുറുക്കും ചൊടിയൊക്കെ ഉള്ളവർ. അന്നുകൊണ്ട് ഈ തലയെടുപ്പും തെറിപ്പൊക്കെ ആരോ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അല്ലേ. അങ്ങനെയാണ് ഞാൻ അന്ന് മുതൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈ സ്മാർട്ട്നെസ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇരുന്ന് വെച്ചാൽ എല്ലാ മാറ്ററും എഴുതി പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് വെച്ചാൽ അവിടെ അന്ന് ഈ സഞ്ചരിക്കുന്ന തപാൽ വണ്ടിയുണ്ട്. ആ മാറ്റർ ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് കൊല്ലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എൻ്റെ അന്ന് എനിക്ക് വന്ന് പൊന്നോച്ചെന്ന് ഭയങ്കര ബിസിയാണ്. എത്രയോ ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ മനസ്സാമി വീട്ടിൽ കാണും. അപ്പോൾ എനിക്ക് കയറി ചെല്ലാവുന്ന ഏറ്റവും സ്വാതന്ത്ര്യമുള്ള വീടാണ്. പുള്ളിയും ബോർഡ് വെച്ചിരിക്കുക അവിടെ. അപ്പോൾ ചെന്നിരുന്നാൽ അവിടെ സുഖമാണ്, ഇഷ്ടം പോലെ ചായ കിട്ടും, കണ്ടമാനം പുസ്തകങ്ങൾ. ഇത് വായിച്ച് ഞാൻ എത്രയോ പുസ്തകങ്ങൾ അവിടെ നിന്ന് വായിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഒരു പ്രിപ്പറേഷൻ നടന്നത് രഹസ്യമായിട്ടാണെങ്കിലും പൊന്നോച്ചയുടെ വീട്ടിൽ വെച്ചിട്ടാണ്.